പോലെ വെള്ളമുണ്ട്. പക്ഷേ ഈ വെള്ളം നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ മാലിന്യങ്ങൾ, ദ്രവമാലിന്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതെങ്ങനെ നമുക്ക് സംസ്കരിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് നമ്മുടെ അമൃതത്തിൻ്റെ സഹായത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ് ജലജീവിതം എന്ന ഈ തെരുവ് നാടകം. ഈ നാടകത്തിൻ്റെ ചെയ്യുന്നത് നമ്മുടെ വോളണ്ടിയേഴ്സാണ്. ഏകദേശം 20 പേരോളം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി ബിനു അശോക് മാഡത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു തെരുവ് നാടകം സംഘടിപ്പിച്ചിരുന്നു. അതന്ന് നടത്താൻ പറ്റാതെ പോയതുകൊണ്ട് ഇന്ന് ഈ തെരുവ് നാടകം നമ്മുടെ ഈ മുക്കള ജംഗ്ഷനിൽ വെച്ച് നടത്തുകയാണ്. നമ്മുടെ ഇതിൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ജലവുമായിട്ടുള്ള ബന്ധമാണ്. നമുക്ക് ഇപ്പോൾ ധാരാളം തോടുകളും കുളങ്ങളും എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇത് മലീമസമായിട്ട് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് കഴിയുന്നത്. തുടർന്ന് ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ദിവസം പ്രതിയുള്ള ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നതിന് വേണ്ടി ടാങ്കറുകളിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അത് തുടർന്ന് വളരെ രൂക്ഷമായിട്ട് പോകുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ജലത്തെ സംരക്ഷിക്കണം, നമ്മുടെ ഈ ജലമാലിന്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ശുദ്ധീകരിച്ച് വാട്ടർ നമ്മൾ ശുദ്ധീകരിച്ച് നമുക്ക് എങ്ങനെയത് കുടിവെള്ളമാക്കാം അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗപ്രദമാക്കി എടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തെരുവ് നാടകം ഇവിടെ സംഘടിപ്പിച്ചു. സെക്കൻഡറി സ്കൂളിലെ കൃഷ്ണപുരം മുക്കാശ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിലെ കുട്ടികൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതെല്ലാം പൂർണ്ണമായി നമ്മുടെ MD വാസുദേവൻ നായരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാറ്റിവെച്ചതുമായ ഈ പരിപാടി ഇന്ന് നമ്മുടെ ഈ മുക്കട CPCRA ജംഗ്ഷനിൽ നടക്കുകയാണ്. നമ്മുടെ ജലം ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ 3-ൽ എത്ര ഭാഗമാണ് ജലമെന്നും കരയെന്നും നമുക്കറിയാം. അപ്പോൾ ആ കരഭൂമിയിലുള്ള ജലം നമ്മളിപ്പോൾ അണുകുടുംബങ്ങളായ സമയത്ത് വീടുകളിലെല്ലാം തന്നെ കിണറുണ്ട്. ഇപ്പോൾ കുടിവെള്ളത്തെ നമ്മൾ മറ്റുള്ള പബ്ലിക് ടാപ്പിലെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലീമസത്തിന് മാറ്റമാകാൻ നമുക്കറിയാം, സർക്കാരിൻ്റെയൊക്കെ പുതിയ നിയമം അനുസരിച്ച് കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ഏറ്റവും കുറഞ്ഞ 7 മീറ്റർ വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു വീട് നിൽക്കുന്ന 5 മീറ്ററില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ 7 മീറ്ററിൻ്റെ അകലം വരുന്നത്? അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജലം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. ജലമില്ലെങ്കിൽ മനുഷ്യനില്ല. നമ്മൾ പഴയ നമ്മൾ പദവഴിയായി തിരിയാൻ വിധിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ നമ്മൾ എത്തുകൂടിയിരിക്കുന്നത് ജലസംഭരണിയിൽ. ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ഇനി ഒരിക്കൽ തമ്മിൽ കാണുമോ എന്ന് പോലും. ജീവ
എല്ലാ ഫ്ലാറ്റിലേക്കും കുഴലിലൂടെ ഞാൻ സഞ്ചരിക്കില്ലേ? നോക്കൂ, എന്നെ എങ്ങനെ പാഴാക്കാമെന്നുള്ള മത്സരമാണ്. കുടുംബയിലെ പൈപ്പ് തുറന്നാൽ അടക്കില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങളിന്ന് തുറന്നുവിട്ടില്ലേ? എന്തിനധികം ചെടി നനയ്ക്കുന്ന ഓസ് രാവിലെ തുറന്നുവിട്ടാൽ വൈകുന്നേരം വരെ ഒഴുകി ഒഴുകി ഒഴുകി. നാടകം കോർഡിനേറ്റ് ചെയ്യുന്നത് അഭിഷേക് ബി ആണ്. നമ്മൾ അഭിഷേക് ബിക്ക് ഒരു ചെറിയ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ വാർഡ് കൗൺസിലറായ വിനോദ് സാറിനെയും ഹരിസാറിനെയും